ശ്രീനാഥ്, ഞാൻ നേരത്തെ ചോദിച്ചത് ഇയാൾ വ്യവസായി എന്ന് പറയുമ്പോൾ ഇയാൾ അത്യാവശ്യം സമ്പന്നനായ വ്യവസായിയാണ്. ഒരു പുറത്തു കാണിക്കാനാവാത്ത രഹസ്യാത്മക ഐഡന്റിറ്റിയുമായി ഒരാൾക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്ത് ബിസിനസ് നടത്താൻ കഴിയുക? ബിസിനസ് നടത്തിയാൽ ഇയാളുടെ ബിസിനസ് സ്ഥാപനത്തിന് പേരുണ്ടാവണം, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവണം. അന്വേഷിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇപ്പോഴുമുണ്ട്. ശ്രീനാഥ്, തീർച്ചയായും ഒരുപാട് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരേണ്ടതുണ്ട്. 88-ൽ ഏറ്റവും ഒടുവിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടതായുള്ള മൊഴി നമുക്ക് മുന്നിലുണ്ട്. അന്ന് അയാൾ ഹൃദ്രോഗബാധിതനായിരുന്നു, പിന്നീട് ഒരുപാട് കാലം ജീവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസ് അവസാനിപ്പിക്കുന്നത്. ഇന്ന് രാവിലെയും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കേട്ട വാർത്ത ഇയാൾ മരിച്ചു കാണും എന്നത് തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് കേസ് ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ അയാൾക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നതാണ് 90-കൾക്ക് ശേഷം ഇയാളെ കണ്ട വ്യക്തികൾ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിരന്തരം അവരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ തരത്തിൽ ഏതെങ്കിലും ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമൊന്നും ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ്. അയാൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത വിധം തന്നെയാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നതും എന്നതും അവർ പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഏതാണ്ട് 80 വയസ്സ് കഴിഞ്ഞു. എന്നാൽ പോലും ആ ഫോട്ടോയിൽ കാണുമ്പോൾ പോലും അറിയാം ആ തരത്തിലുള്ള ഒരു ക്ഷീണമൊന്നും ഇയാളെ ബാധിച്ചിട്ടില്ല. മാത്രമല്ല ചില ജോലികൾ കൺസ്ട്രക്ഷൻ രംഗത്തെ വ്യവസായം അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. ചില സാധനങ്ങളൊക്കെ വാങ്ങുന്നതും നിർമ്മാണ ജോലികൾക്കുള്ള സാധനങ്ങൾ നൽകുന്ന സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ് ഇയാൾ ഇവിടെ ഈ ബ്രൂണയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ സാധാരണമായ ഒരു ജീവിതം ഇയാൾക്ക് നയിക്കാൻ ഇവിടെ കഴിഞ്ഞു. സാമ്പത്തികമായും വലിയ പരാധീനതകൾ ഇയാൾക്കുണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇത്രയും ദിവസത്തെ ഏതാണ്ട് ആഴ്ചകളോളം നീണ്ട ഈ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് ഈ വാർത്ത പുറത്തേക്ക് വിടേണ്ടി വരുന്നതും ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കൂടിയാണ്. ഇയാൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ, പല വഴികൾ തെളിയാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നിയ ഘട്ടത്തിൽ മാത്രമാണ്, കൂടുതൽ സമ്മർദ്ദം ഇതിൽ ഉണ്ടായേ പറ്റൂ എന്ന് തോന്നിയ ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് ആ വിവരങ്ങൾ പുറത്തേക്ക് വിടാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പ്രതിയെ പിടികൂടാൻ കഴിയും. കാരണം 1984-ൽ കൊലപാതകം നടത്തിയ വർഷത്തെ പോലെയല്ല ഇപ്പോഴത്തെ ജീവിത സാഹചര്യം. സാങ്കേതിക വിദ്യ അത്രയേറെ മുന്നോട്ട് പോയി. ഒരു പ്രതിയെ കണ്ടെത്താൻ അന്നത്തെ അത്ര ബുദ്ധിമുട്ട് ഈ ഒരു കാലത്ത് 2026-ൽ ഉണ്ടാവേണ്ടതല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇയാളെ കുറിച്ചുള്ള ഇയാളെ ഫോൺ നമ്പർ, ഇയാൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ, ഇതേക്കുറിച്ചൊക്കെയുള്ള നിർണായകമായ വിവരങ്ങൾ പോലീസിന് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രതിയെ പിടികൂടാൻ അന്നത്തെ ആ 1984 40 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു സാഹചര്യമല്ല എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. ആ പ്രതീക്ഷയാണ് നമുക്കുമുള്ളത്. വേഗത്തിൽ ഇയാൾ ഇനി ഒളിവിൽ പോകാതെ അയാളെ പിടികൂടാൻ കഴിയണം. അയാളുടെ ഫോണിലേക്ക് ഇപ്പോൾ അയാളുടെ അടുത്ത ബന്ധുക്കൾ വിളിക്കുന്നതായുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ച് തന്നെ കിട്ടുന്നുണ്ട്. ലക്ഷ്മി, കുറുപ്പിന് കുരുക്ക് മുറുകുന്നു എന്ന് കൃത്യമായി തന്നെ പറയാം. അയാളുടെ വെയറബൌട്ട്സ്, അയാളുടെ യാത്ര, അയാളുടെ സഞ്ചാരപഥങ്ങൾ കിട്ടാനുള്ള വഴികൾ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ സംഘങ്ങൾ അത് മനസ്സ് വെക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഇത് കൃത്യമായി നമ്മൾ ദീർഘനാളുകൾ എടുത്തുകൊണ്ട് ആ രാജ്യത്ത് പോയി പലതരത്തിൽ ഗ്രൗണ്ടിൽ അന്വേഷണം നടത്തി, അല്ലാത്ത വഴിക്ക് കിട്ടാവുന്ന രേഖകൾ പരമാവധി ശേഖരിച്ച്, ശാസ്ത്രീയമായ വിവരങ്ങൾ ശേഖരിച്ച്, ഈ പറയുന്ന ലൊക്കേഷൻ വിവരങ്ങളടക്കം ശേഖരിക്കാൻ, നിയമപരമായ പരിമിതിയിൽ നിന്നുകൊണ്ട് ശേഖരിക്കാൻ കഴിയാവുന്നതിന് പരമാവധിയിൽ ശേഖരിച്ച് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്ത 24 അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ, സംസ്ഥാനത്തിന് മുന്നിൽ, രാജ്യത്തെ അന്വേഷണ സംഘങ്ങൾ മുന്നിൽ വെക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് അവരാണ്, ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അവരാണ്. അവിടെ നിന്ന് ഈ പറയുന്ന സുകുമാരക്കുറുപ്പിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൃത്യമായി വാർത്തപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ഇന്റർപോൾ വഴി ഇത് ബ്രൂണൈ സർക്കാരുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലെ കാര്യങ്ങൾ അല്പസമയത്തിനകം എത്തും എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ഇനി അധികം വൈകാൻ സമയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.